ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കുറച്ച് കാലമായിട്ട് പുതിയ ജനറേഷൻ ഡസ്റ്ററിനെ പറ്റി കേൾക്കുന്നുണ്ട്. 2012 ഫസ്റ്റ് ജനറേഷൻ ഡസ്റ്റർ ഇന്ത്യയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ജനറേഷൻ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡലായിട്ടാണ് റെനോ ഇവിടെ പുതിയ വണ്ടി ഇറക്കാൻ പോകുന്നത്. പക്ഷേ എന്നാൽ അതിൻ്റെ കൂടെ ഒരു നിസാൻ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഒരു നിസാൻ്റെ വാഹനം കൂടെ ഡസ്റ്റർ ബേസ്ഡ് ആയിട്ട് വരും എന്നുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആ വണ്ടി എങ്ങനെ ഇരിക്കുമെന്നോ അതിൻ്റെ റെൻഡേഴ്സോ അതിൻ്റെ ഡിസൈനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് അറിയില്ലായിരുന്നു. കഴിഞ്ഞ വർഷം നിസാൻ അതിൻ്റെ ഒരു സൈഡിലത്തെ മാത്രം റെൻഡർ ചെറുതായിട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലങ്ങനെ ഡിസൈൻ എക്സാക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഡസ്റ്റർ നമുക്കറിയാം, ഇൻ്റർനാഷണലി ഡാഷ ഡസ്റ്റർ കഴിഞ്ഞ വർഷം ലോഞ്ച് ആയതാണ്. അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ ഡിസൈൻ ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എന്തായാലും നിസാൻ ഫൈനലി ഇവരുടെ പുതിയ SUV-യുടെ ഒരു ഫുൾ ഡിസൈൻ റെൻഡർ പുറത്തു വിട്ടിട്ടുണ്ട്. ഡിസൈൻ മീൻസ് ഒരു കോൺസെപ്റ്റ് വണ്ടി പോലത്തെ ലുക്കാണ്. പക്ഷെ എന്നാലും ഏകദേശം എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഡസ്റ്ററിൻ്റെ മാത്രമല്ല, അതായത് ഡസ്റ്റർ ബേസ്ഡ് SUV-യുടെ മാത്രമല്ല, അവരുടെ തന്നെ ട്രൈബർ ബേസ്ഡ് നമ്മുടെ ഒരു നിസാൻ വേർഷൻ്റെയും അവർ ഡിസൈൻ സ്കെച്ച് പുറത്തുവിട്ടിട്ടുണ്ട്. ഓർ കൈൻഡ് ഓഫ് ഒരു എന്താ പറയുന്നത് കോൺസെപ്റ്റ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വണ്ടികളുടെ ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഈ രണ്ട് ഫോട്ടോസിൽ നിന്നും കൃത്യമായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ ഈ രണ്ട് വാഹനങ്ങളെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ ഈ മിക്ക വണ്ടികൾ ഇപ്പോൾ പുതിയ SUV എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് റെനോയുടെ നിസാനും, അതിൻ്റെ എഞ്ചിൻ ഏതാണ്, ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ കുറേയൊക്കെ നിസാൻ ഇപ്രാവശ്യം കൺഫേം ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു അസംഷൻ പോലെയല്ല ഈ ഒരു വീഡിയോയിൽ പറയാൻ നോക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇവരുടെ പുതിയ SUV-ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലോഞ്ച് ഉള്ളത്. ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൈസൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഏകദേശം 4.3 to 4.4 മീറ്റേഴ്സിന് ഇടയിലായിരിക്കും ലെങ്ത് വരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു ക്രെറ്റ സൈസിലുള്ള SUV തന്നെയായിരിക്കും എന്ന് പറയാം. മെയിനായിട്ട് ഇവർ ഈ ഫ്രണ്ട് ഡിസൈനാണ് കാണിച്ചിരിക്കുന്നത്, റിയർ ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ഫ്രണ്ട് ഡിസൈൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഡസ്റ്ററിനേക്കാൾ കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ ഒരു L ഷേപ്പ് DRLs ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ആ ഒരു കണക്റ്റഡ് DRLസിൻ്റെ എലമെൻറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹൗസിംഗ് ഒക്കെ നോക്കാനാണെങ്കിൽ നമുക്ക് ആ ഹെഡ്ലൈറ്റ്സ് വരുന്നത് ടോപ്പ് പോർഷനിൽ കാണുന്ന DRLസിൻ്റെയും ആ നടുവിലത്തെ ഗ്രില്ലിൻ്റെ ഉള്ളൊരു കട്ടിംഗ് ഉണ്ടല്ലോ, ആ കട്ടിങ്ങിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ മെയിൻ ഹെഡ് ലാമ്പ്സിൻ്റെ ഒരു അറേ കൊടുത്തിരിക്കുന്നത്. അതും ഫുള്ളി LED ഹെഡ്ലൈറ്റ്സ് തന്നെയായിരിക്കും. DRLs പക്ഷേ കുറച്ചും കൂടെ ആ ഒരു ഡിസൈൻ ഒന്ന് നന്നായിട്ടാക്കാനായിട്ട് ഇത്തിരി കൂടെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അതും കാണാൻ അത്യാവശ്യം രസമുണ്ട്. പിന്നെ ആ ഒരു ബമ്പറിൻ്റെ ഡിസൈനൊക്കെ നോക്കാനാണെങ്കിൽ നമുക്ക് ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ആ ഒരു ഹെഡ്ലൈറ്റ്സ് അല്ലെങ്കിൽ DRLs തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ക്രോം എലമെൻറ്റും അതിന് നടുവിൽ നിസാൻ്റെ ലോഗോവും പുതിയ ലോഗോ ആണ്. അതായത് 3D അല്ലാത്ത നോർമൽ 2D പ്രൊജക്റ്റഡ് ലോഗോ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഈ വാഹനം വരുന്നത്. അവർ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി ഇറക്കുന്നതെങ്കിലും ആ ഒരു ഡിസൈൻ്റെ കേസിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കാനാണെങ്കിൽ അലോയ്സ് അവരിപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. മൾട്ടിസ്പോക്ക് അലോയ് വീൽസ് ആണ്, ഡയമണ്ട് കട്ട് ഫിനിഷിലായിരിക്കും വരുന്നത്. സൈസ് 17 ഇഞ്ച് ആയിരിക്കും ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കോൺസെപ്റ്റ് ആയതുകൊണ്ട് വളരെ വലിയ വീൽസ് ആണ് ഇട്ടിരിക്കുന്നത്. അത്ര എന്തായാലും നമുക്ക് പ്രൊഡക്ഷൻ സ്പെക്ക് വണ്ടിയിലോട്ട് വരില്ല. പിന്നെ സൈഡ് മിറേഴ്സ് അതുപോലെ ബാക്കി സൈഡ് ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് ഡസ്റ്റർ പോലെ തന്നെ ഇരിക്കും. കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും ഡസ്റ്ററിൽ ബേസ് ചെയ്ത് വരുന്ന വണ്ടിയാണല്ലോ. അതുകൊണ്ട് സൈഡിൽ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ മിക്ക കമ്പനിയിലും വരുത്താറില്ല. അതുപോലെ തന്നെയാണ് റിയർ ഡിസൈനും. റിയറിൽ നമുക്ക് അത്യാവശ്യം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം, ബമ്പർ ടൈലൈറ്റ്സിൻ്റെ ഡിസൈനൊക്കെ. പക്ഷേ ഇതുവരെ ആ ഒരു ഡിസൈൻ പുറത്തു വിട്ടിട്ടില്ല. ഒരുപക്ഷെ അധികം കാലം വൈകാതെ തന്നെ പുറത്തു വിടുമായിരിക്കും. ഈ വണ്ടി വരാൻ പോകുന്നത് 2026 ഫൈനാൻഷ്യൽ ഇയറിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വരുന്ന 2026 ഒരു ഏപ്രിലിനുള്ളിലൊക്കെ ഈ വണ്ടി ലോഞ്ച് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിസാൻ പറഞ്ഞിരിക്കുന്നത് 2026 ഫൈനാൻഷ്യൽ ഇയറിലായിരിക്കും ഈ വാഹനം ലോഞ്ച് ആകാൻ പോകുന്നതെന്നാണ്. എന്ന് വെച്ചാൽ ടെക്നിക്കലി 2026 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെയാണ്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഇടയിൽ ഇത് വരുള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട് ഇത് വരാൻ. നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും എന്തായാലും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അതൊക്കെ ഏകദേശം ഡസ്റ്റർ പോലൊക്കെ തന്നെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്. 10.1 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 7 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ആയിക്കോട്ടെ, 360 ക്യാമറ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒട്ടുമിക്ക ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഡസ്റ്ററിൽ കിട്ടുന്നതിലും കുറച്ചും കൂടെ കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് നിസാൻ പ്രൊവൈഡ് ചെയ്യും എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഡസ്റ്റർ അവർ ഇത്തിരി ബഡ്ജറ്റ് ഓഫറിംഗ് ആയിട്ടാണ് വെക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്രെറ്റയുടെയൊക്കെ കുറച്ച് താഴത്തെ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റ് പിടിക്കാനായിട്ട്. പക്ഷേ ഈ നിസാൻ്റെ വാഹനം അവർ കറക്റ്റ് ആ ഒരു ക്രെറ്റയുടെയൊക്കെ പ്രൈസ് പോയിന്റിലായിരിക്കും ഇറക്കാൻ പോകുന്നത്. അത് തന്നെ എഞ്ചിൻ കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് മുതൽ ഈ ഒരു പ്രീമിയം പൊസിഷനിങ് നിസാനെ അത്ര അധികം ഫേവർ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ ഇപ്രാവശ്യം അവർ അത് തന്നെയാണ് പിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബൈ ദ വേ, ഈ വാഹനത്തിൻ്റെ പേര് പഴയ പോലെ ടെറാനോ എന്നായിരിക്കില്ല. അത് ഇടയ്ക്കൊരു റൂമർ ഉണ്ടായിരുന്നു. നമ്മുടെ ഡസ്റ്റർ വരാൻ പോകുന്ന ആ ഒരു പേരിൽ തന്നെ ആയിരിക്കും ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ നിസാൻ്റെ ആ സമയത്തെ ഡെറിവേറ്റീവ് റെനോ ഡസ്റ്റർ ബേസ് ഉണ്ടായിരുന്ന ടെറാനോ ആണ്. ടെറാനോയ്ക്ക് ഇന്ത്യയിൽ അങ്ങനെ വലിയൊരു ഓളമൊന്നും സൃഷ്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പുതിയൊരു പേരിൽ പുതിയൊരു വാഹനമായിട്ട് തന്നെ ഇതിറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ 1.3 ലിറ്റർ ടെർബോ
ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ വാഹനത്തിൽ ഈ ഒരു ഒറ്റ എഞ്ചിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 154 bhp പവറും 250 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് പണ്ട് 2020 നമ്മുടെ ഡസ്റ്ററിൽ അതുപോലെ കിക്സിലൊക്കെ അവർ കൊടുത്തിരുന്ന എഞ്ചിനാണ്. വളരെ നല്ല എഞ്ചിനാണ്. മെർസിഡീസിൻ്റെ എ ക്ലാസ്സിലൊക്കെ അവർ ഈ ഒരു എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ടർബോ പെട്രോളായിട്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഇവർ എൻട്രി ലെവൽ മോഡൽ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വേരിയൻസ് കുറവായിരിക്കും. പിന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഒരു എഞ്ചിനും അതുപോലെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും വെച്ചായിരിക്കും ഇറക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ വില എന്തായാലും കൂടുതലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഡസ്റ്ററിൽ വരാൻ പോകുന്ന എഞ്ചിൻ അവർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല എങ്കിലും 1.3 ടർബോ പെട്രോൾ വരും എന്നുള്ളത് നിസാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മിക്കവാറും ഡസ്റ്ററിൽ നമ്മുടെ മാഗ്നൈറ്റിലും കൈഗറിലൊക്കെ വരുന്ന 1 ലിറ്റർ ടർബോ പെട്രോൾ ആയിരിക്കും ബേസ് മോഡലിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ഇറക്കാൻ പറ്റും. ഈ വണ്ടി പക്ഷേ ഈ ഒരു പ്രീമിയം പൊസിഷനിൽ ഇറക്കുന്നതുകൊണ്ട് ഇനീഷ്യൽ പ്രൈസ് എന്തായാലും വളരെ കൂടുതലായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ 1 ലിറ്റർ ടർബോ പെട്രോളും കൂടി ഇതിൻ്റെ ബേസ് മോഡലും കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 13 ലക്ഷം അല്ലെങ്കിൽ 14 ലക്ഷം രൂപയ്ക്കൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നിസാൻ്റെ പുതിയ SUV ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ അധികം അങ്ങോട്ട് ശ്രദ്ധിക്കണമെന്നില്ല. കൂടുതൽ ആൾക്കാരും ഡസ്റ്റർ വാങ്ങാൻ തന്നെയാണ് സാധ്യതയുള്ളത്. സോ ഇതാണ് ഇപ്പോൾ നമുക്ക് ഈ വാഹനത്തെ പറ്റി അറിയാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത വാഹനം ഇതിൻ്റെ തന്നെ, അതായത് നമ്മുടെ റെനോയുടെ ട്രൈബർ ബേസ്ഡ് ആയിട്ടുള്ള MPV ആണ്. ഈ രണ്ട് വാഹനങ്ങളുടെയും ഒഫീഷ്യൽ പേരെന്തായിരിക്കും എന്നുള്ളത് നിസാൻ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഈ വണ്ടി കുറച്ചുകൂടെ നേരത്തെ വരും. 2025 ഫൈനാൻഷ്യൽ ഇയർ അല്ലാതെ 2025 തീരുന്നതിന് മുന്നേ തന്നെ അവരിത് ലോഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി വണ്ടി ഡ്രൈവർ തന്നെയാണ്. പക്ഷേ ഫ്രണ്ട് ഡിസൈനൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഗ്രില്ല് കുറച്ചും കൂടെ വലുത്, കുറച്ചും കൂടെ അല്ല ആക്ച്വലി ഡ്രൈവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ്. ഡ്രൈവറിൻ്റെ ഒരു ചെറിയ ഗ്രില്ലായിരുന്നു നടുവിലുണ്ടായിരുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈനൊക്കെ അവർ നന്നായിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ DRLs അവർ താഴത്ത് നമ്മുടെ ബമ്പറിലൊക്കെ അറ്റാച്ച് ചെയ്താണ് കൊടുത്തെങ്കിൽ ഇതിൻ്റെ അകത്ത് ഹെഡ്ലൈറ്റ്സിൽ തന്നെ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് DRL കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടോപ്പ് പോർഷനിൽ DRLs കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രോം സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്ത് ആ ഒരു ബമ്പറിൻ്റെ ഡിസൈനൊക്കെ കാണാം. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ട്രൈബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രൈബറിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു അപ്പ് മാർക്കറ്റ് വേർഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വാഹനത്തെ ഉറപ്പായിട്ടും കാണാം. ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് ലുക്കും അതുപോലെ തന്നെ റിയർ ലുക്കും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും നിസാൻ പറയുന്നതനുസരിച്ച് അവർ ഇതിൻ്റെ റിയർ അത്യാവശ്യം വ്യത്യാസം വരുത്തുമെന്ന് പറയുന്നുണ്ട്. ഡ്രൈവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഷേപ്പൊക്കെ സെയിം ആയിരിക്കും. നമ്മളിപ്പോൾ മറ്റേ SUVയുടെ കേസിൽ കണ്ടതുപോലെ അത്രയും വ്യത്യാസം ഡിസൈൻ്റെ കാര്യത്തിൽ ഇതിൽ വരില്ല. കാരണം ഇത് ശരിക്കും ജസ്റ്റ് ഒരു ബാഡ്ജ് എഞ്ചിനീയറിംഗ് വണ്ടി മാത്രമാണ്. മറ്റേത് പക്ഷേ നിസാനും റെനോയും കൂടി ഇന്ത്യയിൽ അവരുടെ CMF-B എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 8,000 കോടിയുടെ അടുത്തായിരുന്നത്. അതൊക്കെ കൊണ്ടാണ് അവർ ഇത്രയും വ്യത്യാസം ഡിസൈൻ്റെ കാര്യത്തിൽ മറ്റേ വണ്ടിയിൽ വരുത്തിയത്. ഈ വണ്ടിയുടെ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ റെനോ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ബേസ് ആയിട്ടായിരിക്കും മിക്കവാറും ഈ വണ്ടി വരാൻ പോകുന്നത്. ഫേസ് ലിഫ്റ്റിൽ വരെ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് കൊടുക്കും അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. പിന്നെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻറ്റീരിയറിലൊക്കെ ചെറിയ വ്യത്യാസം മാഗ്നൈറ്റ് പോലെയൊക്കെ ആക്കും എന്നവർ പറയുന്നുണ്ട്. ഡുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ മാഗ്നൈറ്റിലൊക്കെ ഇവർ സോഫ്റ്റ് ചിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഫിനിഷൊക്കെ നമുക്ക് ഈ വണ്ടിയിലും കിട്ടിയേക്കാം. അതുപോലെ 8-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പിന്നെ 7 inches ക്ലസ്റ്റർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് കിട്ടാൻ പോകുന്നത്. അതിന് പുറമെ നമുക്കറിയാം ഡ്രൈവർ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആ വാഹനത്തിൻ്റെ 7 സീറ്റർ കൺഫിഗറേഷൻ ആയിരുന്നു. നമുക്ക് ആ ഒരു പ്രൈസ് പോയിന്റ് അത്ര അഫോർഡബിൾ ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ ക്യാബിനാണ് സപ്പോമീറ്റർ ആയിട്ട് പോലും കിട്ടിയിരുന്നത്. ആ ഒരു ബെനിഫിറ്റ് തീർച്ചയായും ഈ വാഹനത്തിലുണ്ടാകും. പക്ഷേ ഇതിപ്പോൾ 2019 ഇറങ്ങിയ വണ്ടിയാണ്. അവർ ഇത്രയും ലേറ്റ് ആയിട്ടാണ് ഇത് എടുത്ത് റീബാറ്റ് ചെയ്ത് നിസാൻ്റെ പേരിൽ ഇറക്കുന്നത്. കുറച്ചും കൂടെ നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ സെയിൽസിൻ്റെ കാര്യത്തിൽ അവർക്ക് ഇത്തിരി കൂടെ പച്ച പിടിക്കാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഓക്കെ, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വണ്ടി അവർ ഇറക്കുന്നു എന്ന് മാത്രം. വേറൊരു ഡിസപ്പോയിൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു നിസാൻ ഇറക്കുമ്പോഴെങ്കിലും അവർ ഇതിൻ്റെ അകത്ത് 1 ലിറ്റർ ടർബോ കൊടുക്കുമായിരിക്കുന്നു. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നിസാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവർ 1 ലിറ്റർ ടർബോ പെട്രോൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്കതിന് പകരം ഡ്രൈവറിലുള്ള ആ സെയിം 1 ലിറ്റർ NA 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എന്ന് വെച്ചാൽ 96 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും 72 PS പവറും ജനറേറ്റ് ചെയ്യുന്ന അതേ എഞ്ചിൻ തന്നെയായിരിക്കും NA ഫോമാറ്റിൽ, അതായത് നാച്ചുറൽ ആസ്പിറേറ്റഡ് ഫോമാറ്റിൽ ഇതിൽ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് മോശമായി പോയി. ടർബോ പെട്രോൾ കൊടുക്കുമായിരുന്നു. അത് കൊടുത്തിരുന്നെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു പാക്കേജ് ആയിരുന്നു. ഇതിപ്പോൾ ഇതിന് പവർ ഇല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇത്രയും 7 പേരെ കയറ്റിക്കൊണ്ട് പോകാൻ വേണം. അവരുടെയൊക്കെ ലഗേജും കൂടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി പിന്നെ വളരെ അണ്ടർപവേർഡാണ്. ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക്കും കൂടെ എടുക്കുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. വണ്ടിക്ക് ആ ഒരു ഗിയറിൻ്റെ ലാഗും എല്ലാം കൂടെ വന്നതിന് ശേഷം ഒട്ടും പവറില്ലാതായി പോകും. കാരണം 5 സ്പീഡ് AMT തന്നെയാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുക്കാൻ പോകുന്നത്. ഇതാണിപ്പോൾ നിസാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന 2 പുതിയ വാഹനങ്ങളുടെ അപ്ഡേറ്റ്. പിന്നെ ഈ SUVയുടെ 7 സീറ്റർ വേർഷനും അവർ 2026 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇറക്കുമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 2027 അടുത്തായിരിക്കും അത് വരാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.